നീ ഏത് ലോകത്തെ ജീവിക്കുന്നതെന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നത്. വിചിത്രമായ ചിന്താഗതി. വിചിത്രമായ ചിന്താഗതിയൊന്നും അല്ല, സ്വാഭാവികമായ ചിന്താഗതിയാ. കാരണം എന്റെ കാർത്തിമോൻ എന്റെ കൺമുന്നിലാണ് ജനിച്ചതും വളർന്നതും. അവനെ എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം എനിക്ക് യാതൊരു ഭയവും ഇല്ല. അവ മീനാക്ഷിയെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഒരു മീനാക്ഷി, അവളുടെ ജീവിതം ഞാൻ തകർക്കും. രാജലക്ഷ്മി, എനിക്ക് വിശ്വാസങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് ഞാനൊരു അന്ധവിശ്വാസിയൊന്നുമല്ല. ഒരു ജ്യോത്സ്യൻ പറഞ്ഞെന്ന് വെച്ച് ഇത്രയും കടുത്ത തീരുമാനം എടുക്കരുതായിരുന്നു. ആ തിരുമേനി കൈമളേട്ടന് വെറും ഒരു ജ്യോത്സ്യരായിരിക്കാം, പക്ഷേ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിക്കുക. അയാള് പറഞ്ഞതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുക. ഞാൻ എന്റെ അമ്മ ഇതുവരെ ധിക്കരിച്ചിട്ടില്ല, ഇനിയൊട്ട് ധിക്കരിക്കുകയില്ല. പക്ഷെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ അമ്മ എടുത്ത ഈ തീരുമാനം ഉണ്ടല്ലോ, അത് തെറ്റായിപ്പോയി. ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും എന്നെ കടലെടുത്താലും ശരി, ദേ ഈ നിൽക്കുന്ന ചുടലേക്ഷിയെ എന്റെ മകന്റെ മുറിയിൽ അന്തി ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എടുത്ത തീരുമാനം എനിക്ക് ശരിയാണെന്ന് വിശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. അമ്മേ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ദുഷ്ടയും കൊള്ളാത്ത സ്ത്രീയും ഒക്കെ ആയേക്കാം. പക്ഷേ ഞാൻ എടുക്കുന്ന ഈ തീരുമാനം ഈ കുടുംബത്തിന്റെ നന്മയ്ക്കാണെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും. ഈ തീരുമാനമെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഭാര്യയ്ക്ക് ഓലക്കുട പിടിച്ച് അവിടെ പിന്നാലെ അവൾ പറയുന്നതെല്ലാം അനുസരിച്ച് ഏറാൻ മൂളി നടക്കുന്ന ഒരു നട്ടലില്ലാത്ത ഭർത്താവൊന്നുമല്ല ഞാൻ. അടിയുറച്ച ആദർശങ്ങളോടെ, കെട്ടിറപ്പുള്ള നിലപാടോടെ, വളയാത്ത നട്ടലിലൂടെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഭാര്യയെ ഹൃദയത്തോട് വച്ച് ജീവിച്ചവനാ ഇതുവരെ ഈ കൈമൾ. എന്ത് നീതിയില്ലാത്ത തീരുമാനം നടപ്പിലാക്കിയാലും കുടുംബസമാധാനത്തെ കരുതി ഞാനത് ക്ഷമിച്ചെന്ന് വരില്ല. മീനാക്ഷിയും കാർത്തിമോനും എന്റേതും കൂടിയാണ്. അവരുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് പറയുന്നത് ജനാർദ്ദന കൈമള, ഓർത്തു വെച്ചോ. കൈമളേട്ടാ, വെല്ലുവിളികളൊന്നുമല്ല ഞാൻ നടപ്പാക്കാൻ പോകുന്നത്. എന്റെ കുടുംബത്തിന്റെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ ശാശ്വതമായ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. ജ്യോതിഷത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് നടപ്പാക്കും. ഈ ആകാശം ഇടിഞ്ഞു വീണാലും ഈ ഭൂമിയെ മുഴുവൻ കടൽ വിഴുങ്ങിയാലും എന്റെ തീരുമാനം ഇത് തന്നെയാ. അതെന്റെ കുടുംബത്തിന് വേണ്ടിയായതുകൊണ്ട് എനിക്കൊരു സങ്കടവും ഇല്ല. മീനാക്ഷി, പോവാം നമുക്ക് നമ്മുടെ മുറിയിലേക്ക്. വാ. നിക്ക് നിക്ക്, നീ എവിടേക്കാ? അത് ചോദിക്കാൻ നീ ആരാ? ഇവളെന്റെ ഭാര്യയാണ് മീനാക്ഷി. ഇവൾ അന്തി ഉറങ്ങേണ്ടത് എന്റെ ബെഡ്റൂമിലാ. പിന്നെ ജോത്സ്യം പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് നിങ്ങളുടെ മുത്തശ്ശി എന്നോട് പറഞ്ഞതോ? നിനക്ക് നാണമില്ലേടി? ഇതൊക്കെ എന്ത് ചീപ്പാ? കേരളത്തിൽ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? ജോത്സ്യം പറഞ്ഞത്രേ എനിക്ക് കാർത്തിയുടെ ബെഡ്റൂമിൽ കിടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ തറവാടിന്റെയും തറവാട്ടുകാരുടെയും ദോഷം മാറണമെങ്കിൽ ഞാനിങ്ങനെ ഒരു ഉപകാരം ചെയ്യണമെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞു. ഞാനും ഇവിടുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നതല്ലേ. ഒരു ഉപകാരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അത് ചെയ്യാതിരിക്കുന്നത് മഹാമോശമല്ലേ?
അവളുടെ ഒരു ഉപകാരം വൃത്തിയിട്ടവള്. ദേ, എന്നോട് ചൂടായാലേ ഞാൻ ഈ എഗ്രിമെന്റിൽ നിന്ന് അങ്ങ് പിന്മാറും. പിന്മാറിയ അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാ. നിന്റെ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഭീഷണി അല്ല കാർത്തി, ഞാൻ ചോദിക്കുന്നത് ന്യായമല്ലേ? കുഞ്ഞിന്റെ ജാതകത്തില് ദോഷമുള്ളതുകൊണ്ട് അതിന്റെ പേരില് ഈ ചെമ്പകമംഗലത്ത് പല ദുർമരണങ്ങളും സംഭവിക്കാതിരിക്കാൻ ഞാൻ കാർത്തിയോടൊപ്പം പഴയതുപോലെ ഭാര്യയായി ജീവിക്കണമെന്ന് ജോത്സ്യം പറഞ്ഞു. അത് ഞാൻ പാലിക്കണമെന്ന് മുത്തശ്ശി നിർബന്ധിക്കുന്നു. അതല്ലാതെ എനിക്കിതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. എന്താ ഇവിടെ പ്രശ്നം? നോക്ക് മുത്തശ്ശി പറഞ്ഞ അനുസരിച്ച് ഞാൻ കാർത്തിയുടെ ബെഡ്റൂമിലേക്ക് പോവാനായിട്ട് തയ്യാറായി വന്നു. അപ്പതേ മീനാക്ഷി അങ്ങോട്ട് വരുന്നു. മീനാക്ഷി എന്നോടൊപ്പം എന്റെ മുറിയിലുണ്ടാവും. ഇവൾ എന്റെ ഭാര്യയാണ്. മീനാക്ഷി എന്നോടൊപ്പം എന്റെ മുറിയിൽ ഉണ്ടാവരുതെന്ന് ജോത്സ്യം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇതൊക്കെ അസാധാരണമായ ജോത്സ്യ വിധികളാണ്. അസാധാരണമായ പല കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. എങ്കിലും ഈ വീട്ടിലെ ആർക്കും ഒരു ദോഷവും വരണ്ടാന്ന് കരുതി ഞാനിതൊക്കെ അംഗീകരിക്കുക. മൈഥിലി ആ മുറിയിൽ കിടന്നോട്ടെ, അതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ മീനാക്ഷിയും കുഞ്ഞും അവിടെ ഉണ്ടാവും. ഇതുകൂടി മുത്തശ്ശി സമ്മതിച്ചില്ലെങ്കിൽ ആ മുറിയിലേക്ക് ഞാനില്ല. എന്റെ കുഞ്ഞുമക്കളുടെ ജീവിതം തകർക്കാൻ ഈ മുത്തശ്ശി എടുത്ത തീരുമാനമൊന്നും അല്ല ഇത്. ജോത്സ്യർ പറയുന്നത് ദൈവ തീരുമാനങ്ങളാ. ദൈവ തീരുമാനങ്ങൾ നടപ്പിലാക്കണം, ഇല്ലെങ്കിൽ മനുഷ്യരില്ല. മുത്തശ്ശി, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? ആ ഉടവാളിന് വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയെ പ്രേരിപ്പിച്ച് പല തരികട വേലകളും വെച്ച് ഞാൻ അവളെ കാർത്തിയുടെ അടുത്തേക്ക് അയക്കുക. ഒടുവിൽ ഡെമോക്രസിൻ്റെ വാള് പോലെ അതെൻ്റെ തലയ്ക്ക് മീതെ തന്നെ തൂങ്ങും. ഹലോ. അല്ല, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? എല്ലാം സക്സസ്. ഞാൻ ദേ കാർത്തിയുടെ ബെഡ്റൂമിലേക്ക് പോവാ. മീനാക്ഷിയെ തീ തീറ്റിക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമായുള്ള ആദ്യ രാത്രി. അവളെ അവനെ അകറ്റണം, എന്നേക്കുമായി പിരിക്കണം. അത് മാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യം. അത് മാത്രമായിരിക്കും എന്റെ ലക്ഷ്യം. അവര് തമ്മിൽ അടിവെച്ച് പിരിയുന്നത് കണ്ടിട്ട് ആ ഉടവാളും എടുത്തുകൊണ്ട് എന്റെ മടക്കം. വെരി ഗുഡ്. ഇതൊരു റിസ്ക്കുള്ള ഡ്രാമയാണ്. അവന് നിന്നോടൊരു പകയുമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം നിന്നെ ഓർമ്മപ്പെടുത്തുക. എന്താ? ഒരു സാഹചര്യത്തിലും നീ വഴുതി വീഴരുത്. നീ നഷ്ടപ്പെട്ട പിന്നെ ഞാനില്ല. ചി, എന്ത് മര്യാദകേടാണടാ പറയുന്നത്? അവനെ അവളെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഞാൻ അവന്റെ വലയെ വീഴുവന്നു. ഞാൻ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ, അത് നിന്നെയാ. നിന്നെ മാത്രം. സോറി മൈഥിലി. നീ ചെല്ല്. ഗുഡ് നൈറ്റ്. ഐ വിൽ പ്രേ ഫോർ യു. ശരി, ഗുഡ് നൈറ്റ്.
അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച രണ്ടിനെ ഞാൻ കൊന്നുകളയും. അങ്ങനെ പാരകൾക്ക് പിന്നാലെ പാരകൾ വെച്ച് മീനാക്ഷിയുടെ കാര്യത്തിനൊരു തീരുമാനമായി. അവൾ ഇനി പതുക്കെ കെട്ടി തൂങ്ങി ചത്തോളും, അല്ലെങ്കിൽ വിഷം അടിച്ചോളും. നീ എന്താടി മനപ്പായസം കുടിച്ച് രസിക്കുന്നോ? നല്ല ശർക്കര പായസം കുടിക്കുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ നിന്റെ മുഖത്ത്. ഞാൻ പല കാര്യങ്ങളും ഓർത്തങ്ങ് ചിരിച്ചു പോയതാ എന്റെ കുഞ്ഞമ്മായി. ഹാ, നിനക്കെങ്ങനെ ഓർക്കാനും അയവിറക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അയവിറക്കുന്നോ? അതെന്തോന്നു? അല്ല, ഈ പശുവും പോത്തും ഒക്കെ ഇല്ലേ നിന്നെ പോലുള്ള നാൽക്കാലികള്, അതുങ്ങളെ ഈ പുല്ലും പടപ്പും ഒക്കെ ആദ്യം അങ്ങ് വെട്ടി വിഴുങ്ങും. പിന്നെ സ്വസ്ഥതയും സമാധാനവും ഉള്ള അവസരത്തില് അത് വയറ്റീന്ന് തിരിച്ചെടുത്ത് ആസ്വദിച്ച് അവ ചവയ്ക്കും. അതിനാ അയവിറക്കുന്നെന്ന് പറയുന്നേ. നീ പുല്ലൊന്നും അല്ലല്ലോ അയവിറക്കുന്നത്, മധുരിക്കുന്ന ഓർമ്മകളല്ലേ? ഞാൻ ആ മീനാക്ഷിയുടെ കാര്യം ഓർത്ത് വിഷമിക്കുമായിരുന്നു. സത്യത്തിൽ അവളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടം വരിക, കരച്ചിലും വരുന്നുണ്ട്. നീയേ മാറി നിന്നങ്ങ് കരയും, കാണാനേ നല്ല രസമായിരിക്കും. നിങ്ങളെന്ത് ഇപ്പൊ അവളുടെ പക്ഷം ചേർന്നോ? ഞാൻ ആരെയും പക്ഷം ചേർന്നതല്ല. എനിക്ക് എന്നെ തന്നെ തീരെ പിടിക്കാതെ നടക്കാം. എന്റെ കാരണത്തിട്ട് ഞാൻ തന്നെ അടിക്കാൻ പോവാ. അയ്യോ ജഗദീഷേട്ടൻ, അയാളെ വെടികൊണ്ട കാട്ടുവന്നേ പോലെയാ വരുന്നത്. ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഓടിക്കും. ഓ, സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോ കാണുന്ന രണ്ട് അപശകുനങ്ങളെയാണല്ലോ. കത്തിപ്പോഞ്ഞു നിൽക്കുന്നവന്റെ ശരീരത്തിലോട്ട് പിന്നെയും കറണ്ടടിച്ച എന്തോ ചെയ്യും? എവിടെയാ അമ്മ? അത് അമ്മ. ജഗദീഷേട്ടാ, അത് പിന്നെ മിണ്ടരുത്. ഒരു കാര്യം ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞേക്കാം, സമാധാന ചർച്ചയും കൊണ്ട് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്. ജഗദീഷേട്ടാ, ഞാനൊന്നും പറയാൻ വന്നതല്ല. പറയണ്ട. ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു, അത് എന്റെ അമ്മയോട് നേരിട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്താ മീനാക്ഷി ഇത്? നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നു അറിഞ്ഞിട്ടാണ് വന്നത്. എന്താ ഞാൻ അറിഞ്ഞത് ശരിയാണോ? ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത ചില കാര്യങ്ങൾ അതറിഞ്ഞ് പുകഞ്ഞോണ്ടിരിക്കുക ഞാൻ. കത്തുന്നതിന് മുമ്പ് സത്യം എനിക്കറിയണം. ഞാൻ ഇന്നേ വരെ, ജനിച്ചിട്ട് ഈ ദിവസം വരെ എന്റെ അമ്മയോടോ അച്ഛനോടോ ധിക്കരിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നെനിക്കത് പറയേണ്ടി വരും. പറയടാ, എല്ലാവരുടെ നാവീതം ഞാൻ കേട്ടോണ്ടിരിക്കുക. ഇനി നീയും കൂടി എന്തിനാ ബാക്കി വെക്കുന്നേ? കേക്കട്ടെ, എന്താ നിനക്ക് പറയാനുള്ളത്? പറയാനല്ല, ചോദിക്കാനുള്ളത്. അത് ഇളയ മകന്റെ അധിക പ്രസംഗമായിട്ട് അമ്മ കണക്കാക്കുകയും വേണ്ട. ഇൻട്രഡക്ഷനും ഡിസ്ക്രിപ്ഷനും ഒന്നും വേണ്ടടാ, നീ കാര്യം ചോദിക്കേ. അമ്മേ, ഏതെങ്കിലും ഒരു വിവരം കെട്ട ജോത്സ്യം പറഞ്ഞു എന്ന് കരുതി ലോകത്തൊരിടത്തും നടന്നിട്ടില്ലാത്തൊരു കാര്യം ഈ വീട്ടിൽ നടപ്പിലാക്കണം. വാഴപ്പാടി രുദ്രൻ നമ്പൂതിരിപ്പാട് വിവരം കെട്ട ജോത്സ്യരൊന്നുമല്ല. ഓ, അമ്മയ്ക്ക് അന്ധവിശ്വാസമാണ്. എനിക്ക് ഉറച്ച വിശ്വാസമാ. എന്റെ കുടുംബം തകരാതിരിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആപത്തുകൾ ഉണ്ടാകാതിരിക്കാനുമാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ആ ജോത്സ്യര് പറഞ്ഞത് എനിക്കനുസരിച്ചേ പറ്റൂ, എനിക്കത് നടപ്പാക്കിയേ പറ്റൂ. അമ്മേ, സമാധാനത്തോടെ ജീവിച്ചു വരുന്നവരാ നമ്മുടെ കുഞ്ഞുങ്ങള്. കാർത്തി, മീനാക്ഷി, ഇവരെ രണ്ടുപേരെ രണ്ടാക്കുന്നല്ലേ അമ്മയുടെ തീരുമാനം? അവരെങ്ങനെ രണ്ടാവും? അമ്മ, ഈ നിൽക്കുന്ന യക്ഷിയല്ല അമ്മ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവള് ചോര കുടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എടാ, ഇവള് ചെലം പണിഞ്ഞു വന്ന് നൃത്തം വെച്ച പതർന്നവനല്ല എന്റെ കൊച്ചുമകൻ കാർത്തിക്.
കാർത്തിയും മീനാക്ഷിയും തമ്മിലുള്ള മനസ്സാകുന്ന എഗ്രിമെന്റ് നിനക്കറിയാൻ പാടില്ലഞ്ഞിട്ടാ. അമ്മേ, വാദിച്ച് ജയിക്കാൻ അമ്മ ശ്രമിക്കണ്ട. അമ്മ എന്തായാലും തീരുമാനത്തിൽ മാറിയേ പറ്റൂ. എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത തീരുമാനമായത്. അത് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. എങ്കിൽ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. വായും പൊളിച്ചിരിക്കുക, കെട്ടുമാണ്ട് എടുത്തിറങ്ങി വേഗം. ജഗദീഷ് ചേട്ടാ. ഓ, നീ ഇവളും തമ്മിൽ ഇപ്പോഴും നല്ല കമ്പനിയാണല്ലേ? അയ്യോ ഇല്ല. ഒട്ടിച്ചേർന്ന് നിൽക്കുന്നോടി. ഇവൾ എന്ന് ഇവിടെ ഒന്ന് കേറിയോ അന്ന് തുടങ്ങിയ വീടിന്റെ നാശം. ഇവളെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. മാറടി. ജഗദീഷേ, കേറി അമ്മ നശിപ്പിക്കാൻ. വിടടി. മാറടാ. അവളെ വിട്. ഇവളെ കൊല്ലണ്ടതാ. വായും പൊളിച്ചിക്കാ, തുണി മുന്നെടുത്ത് ഇറങ്ങടി. കുട്ടികളുടെ ജീവിതം തകർക്കുന്ന തീരുമാനം അമ്മ എന്ന് തിരുത്തുന്നോ അന്നേ ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ കയറുള്ളൂ. നീ എത്ര നേരം കിടന്ന് അലറിയാലും ഈ തറവാട് പൊളിച്ചടുക്കിയാലും എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല. വേണ്ട, അമ്മയുടെ തീരുമാനം മാറ്റണ്ട. കൊച്ചുമക്കളുടെ ജീവൻ നശിച്ചാൽ അമ്മയ്ക്കെന്താ? ആ, യാത്ര പറയാൻ നിൽക്കണ്ട, ഇറങ്ങിക്കോ. അമ്മ എനിക്കെന്നും എൻ്റെ കാണപ്പെട്ട ദൈവം തന്നെ. ചിരിക്കുമ്പോഴും കരയുമ്പോഴും എൻ്റെ നാവിൽ വരുന്ന രണ്ടക്ഷരങ്ങൾ അമ്മ. തെറ്റ് ചെയ്യാൻ അനവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തെറ്റിലേക്ക് വഴുതി വീഴാതെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ അമ്മയുടെ വാത്സല്യം. നട്ടെല്ലും പ്രതികരണശേഷിയുള്ള നാവും ഉണ്ടായി പോയതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞുപോയി. ക്ഷമിക്കണം, ക്ഷമിക്കണം. ഇറങ്ങുന്നു. ആ മലതി. മോനെ ജഗദീഷേ, സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി നിന്റെ അമ്മയൊന്നും ചെയ്യാറില്ല. ഈ വീട്ടിലുള്ള ഓരോരുത്തർക്കും ദുർമരണം സംഭവിക്കുമെന്ന് ജോലിസർ പറഞ്ഞപ്പോ നിന്റെ അമ്മയത് വിശ്വസിച്ചു. വിശ്വാസൂര തെറ്റാണോടാ? അച്ഛാ, നിന്റെ അമ്മ ജീവിക്കുന്നത് തന്നെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയാ. അത് നിന്നേക്കാളേറെ എനിക്കറിയാം. അച്ഛാ, പക്ഷെ അമ്മയുടെ തീരുമാനം. എനിക്കും അതിൽ എതിർപ്പുണ്ട്. ഞാനത് നിന്നേക്കാൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളാരും കാണാത്ത 100,000 ശരികളുണ്ടാവും. കുഞ്ഞുങ്ങളുടെ ജീവിതം തകരാനൊന്നും നിന്റെ അമ്മ കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് നീ സമാധാനത്തോടെ ഇവളെയും കൂട്ടി അകത്തേക്ക് പോ. അകത്തേക്ക് പോകാൻ. അച്ഛാ, എനിക്ക് ഒന്ന് കണ്ടു നിൽക്കാനുള്ള സഹനശക്തി ഇല്ല അച്ഛാ. ഒരു കാര്യം ഞാൻ ചെയ്യാം. ഈ വീട്ടിലെ കാര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഞാൻ ഔട്ട് ഹൗസിൽ താമസിക്കാം. അത് മതി.
നിന്റെ കണ്ണുകളില് കത്തുന്ന ഒരു പകയുടെ തീക്കനൽ ഞാൻ കാണുന്നുണ്ട്. നിന്റെ ലക്ഷ്യം എന്താണെന്നും എനിക്ക് വ്യക്തമാണ്. നിനക്ക് പിന്നിലായി അണിനിരന്ന് നിൽക്കുന്ന ചെമ്പകമംഗലത്തെ ശത്രുക്കളെയും എനിക്ക് നന്നായി അറിയാം. മറ്റുള്ളവരുടെ പിൻബലത്തോടെ നീ ചെമ്പകമംഗലത്ത് കയറിപ്പറ്റി ഞങ്ങളുടെ മക്കളെ തമ്മിലടിപ്പിക്കാനോ അവരെ എന്തെങ്കിലും ചെയ്യാനോ ശ്രമിച്ച എന്റെ ഈ ഒരു കൈമതി ഒരു പുഴുവിനെ ഞെരിക്കുന്ന പോലെ നിന്നെ ഞാൻ ഞെരിച്ചു കൊല്ലും. എന്നിട്ട് നിന്റെ ശവശരീരം ചാക്കിക്കെട്ടി അറബിക്കടലിൽ കൊണ്ടുപോയി തള്ളും.